Welcome to J family. അപ്പൊ കൊറേ കാലത്തിന് ശേഷം ഉള്ളൊരു വ്ളോഗാണ്. കൊറേ കാലത്തിന് ശേഷം നമ്മൾ എടുക്കുന്ന ഒരു വ്ളോഗ്. അപ്പൊ കൊറേ കാലത്തിന് ശേഷം എടുക്കുന്ന ഇതിന് മൂന്നാമത്തെ നാലാമത്തെ അടുത്താണ്. അപ്പോ ഞാൻ ദേ ഇപ്പൊ കുളിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇനി വിളക്ക് കൊളുത്തണം. വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. അപ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനി ഇത് ഈ എന്താ നീ പറഞ്ഞേ? അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറയണത് ഞാൻ ഇവൻ ഇത്രയും സംസാരിക്കാൻ തുടങ്ങിയിട്ട് ആദ്യത്തെ വ്ളോഗ് കേട്ടോ. അതുകൊണ്ട് ആണ് എനിക്ക് ഇവൻ പറഞ്ഞൊക്കെ ഇത്ര എക്സൈറ്റ്മെന്റ്. 2 വ്ളോഗ് കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും. അപ്പൊ എന്റെ വ്ളോഗിന് ഇത്രയും ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് എനിക്ക് ചെയ്യേണ്ട ഒരാളിതേ ഉണ്ടോ? അവിടെ കിടന്നിരുന്ന് ചിരിച്ചോണ്ടിരിക്കണം. കണ്ടു പഠിക്ക്, ഇച്ചപ്പൂനെ കണ്ടു പഠിക്ക്. ആ പറയാണ് ഇവിടുന്ന് പോവാണ്. അത് എവിടേക്കാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി ഞങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ വന്നപ്പോൾ തൊട്ടിട്ടുള്ളൊരു ആഗ്രഹമാണ്. ഇപ്പം നമ്മൾ ഷെയറിങ്ങിലാണല്ലോ നിൽക്കുന്നത്, ജസ്റ്റ് ഒരു 1 റൂമിലല്ല നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി അതൊക്കെ മാറി നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ്, നമ്മുടേതായിട്ടുള്ള ഒരു വീട്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടൊരു അപ്പാർട്ട്മെൻറ്റ്സ്, അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ മാറാൻ പോവാണ്. അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇതൊക്കെ ഇനി പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ നമ്മളിനി വിളക്ക് കൊടുത്തിട്ട് കേട്ടോ, വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ട്. കാരണം ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങൾ ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു. ആകെ മൊത്തം പ്രഷറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് മനസ്സൊന്ന് സെറ്റായത്. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതൊക്കെ കാരണക്കാരി എൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ. മുണ്ടക്കോട് കാരണമാണ് ഇതൊക്കെ നടന്നത്. അപ്പം മുണ്ടക്കോടിന് എല്ലാവർക്കും ഉണ്ടോ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എൻ്റെ ഫ്രണ്ട്സിൽ ഇപ്പം ഞാൻ കൂടുതലും സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ഇടുമ്പോൾ ഞങ്ങളൊരു 4 പേര്, ഞാൻ, ബിന്ദു, ലിഷ്മ, മുണ്ടക്കോട്, ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ സമയവും കുട്ടിയായതും എല്ലാം ഏകദേശം ഒരുമിച്ചാണ്. അപ്പം നമ്മൾ എപ്പോഴും കാണുമ്പോഴും കൂടുമ്പോഴൊക്കെ മാക്സിമം ഞങ്ങൾ കൂടാറൊക്കെ ശ്രമിക്കാറുണ്ട്. കാരണം പണ്ട് ബിന്ദു ആണ് ദുബായിലുണ്ടായിരുന്നത്. അപ്പോൾ അവൾ വരുമ്പോഴാണ് നമ്മൾ കൂടാറ്. അപ്പം അങ്ങനെ ഇപ്പം ഞാനും മുണ്ടക്കോടുള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ അവൾ കാരണമാണ് നമുക്കിതെല്ലാം ശരിയായത്. അപ്പം അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവളുടെ അങ്ങോട്ടാണ് ഞങ്ങൾ പോണത്. അപ്പം അങ്ങനെ ഞങ്ങൾ 2 പേരും ഇപ്പോൾ ഒരുമിച്ചായി. അപ്പോൾ അതെല്ലാം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളിപ്പോൾ മൂവ് ചെയ്യാൻ പോകുന്ന വീട് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അത് അൺഫേർണിഷ്ഡ് ആണ്. അപ്പോൾ നമുക്കിനി അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, വീട്ടിലേക്കുള്ള സാധനങ്ങൾ. അങ്ങനെ ചോദിച്ചോ പതുക്കെ ഇത്തിരി വീട്ടിലൊന്നാമത് ഇതിന് മാത്രമുള്ള സ്ഥലമൊന്നും ഇല്ല. അപ്പോൾ എനിക്കറിയാൻ പാടില്ല. ഇവൻ്റെ കളിപ്പാട്ടത്തിൻ്റെ ഒരു റൂമാണ്. ഞങ്ങൾ ശരിക്കും 2 ബെഡ്റൂമാണ് എപ്പോഴും ഞങ്ങളുടെ മൈൻഡിലുണ്ടായിരുന്നത്. നമ്മൾ ഏകദേശമൊക്കെ ഒന്നുമായിട്ടില്ല. ഇനി 100 കാര്യങ്ങൾ ഞങ്ങൾക്ക് എടുത്തേക്കാണ്. ഇത് നമ്മളിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ അത്ര നമുക്ക് സാധനങ്ങളൊന്നും ഇല്ലല്ലോന്ന്. പക്ഷെ ഇതായി വന്നപ്പോഴാണ്. ഇനിയും ഉണ്ട് കേട്ടോ, ഇനി ഇഷ്ടം പോലെ ഉണ്ട്. അടുക്കളത്തൊന്നും തൊട്ടിട്ടില്ല. ഇനി 100 കാര്യം എടുത്തു വെച്ചോ. 7:30 കേട്ടോ. നാളെ ഈ നേരത്ത് നമ്മള് അവിടെ എത്താറായി ഉണ്ടാവൂല പൊന്നു. കഷ്ടപ്പെട്ടിരുന്ന് പണിയെടുക്കണം. ഞാൻ
ഇവിടുത്തെ നാട്ടിലത്തെ ലേസാന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയതാണ്. പക്ഷെ ഇതെന്താടാ? നീ വീണോ? അയ്യോ സാരില്ല പോട്ടെ. ഇതെന്താണ് പൊന്നു? പൊന്നുമ്മി ശരി. ഇതെന്താണ് പറ പൊന്നു. അമ്മക്കൊരു ജിലേബി താടാ. കിച്ചപ്പു അമ്മക്കൊരു ജിലേബി താ. ജിലേബി ഇതാണ് ജിലേബി. ഞാൻ തങ്കുവിന്റെ അടുത്തൊരു ജിലേബി കൊടുത്താ പറഞ്ഞപ്പോ എനിക്ക് ഓടിക്കൊണ്ടുവന്ന് തന്നിട്ട് പറയാനേ ഇതാ ജിലേബി. അവനെ കുറ്റം പറയാൻ പറ്റും. എനിക്ക് ജിലേബി ഇട്ടമ്മ ചോദിക്കണേ. തങ്കു പുതിയ വീട്ടിലേക്ക് പോകാൻ നീ എക്സൈറ്റഡ് ആണോ? ആണല്ലേ. നമ്മൾ ആക്ച്വലി നമ്മുടെ ലാൻഡ് ലോഡ്, കാരണം നമ്മളിപ്പോ പോകുന്ന വീട് അൺഫർണിഷ്ഡ് ആണ്. നമ്മുടെ ലാൻഡ് ലോഡ് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ സോഫ എടുത്തോളൂ, ഈ ഷെൽഫ് എടുത്തോളൂ, ആ കബോർഡ് എടുത്തോളൂ ഒക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങളിപ്പോൾ ആലോചിക്കുകയാണ്, കാരണം ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് 2nd ഫ്ലോറിലാണ്. അപ്പോൾ ലിഫ്റ്റ് ഇല്ല. അപ്പം ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു ഇതൊക്കെ പെറുക്കി കൊണ്ടുപോകണോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ വാ, വിഷമിക്കാതെ വാ. ദിനേശ് ഭായ് ഒരെണ്ണെടുത്ത് കഴിച്ചു. ഷൂട്ടോ അങ്ങനെ ഡ്രസ് പാക്കിങ്ങും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞല്ലേ? ഇതെല്ലാം ഇനി അവിടെ പോയി എന്തിന് എനിക്ക് സത്യമായിട്ട് ആലോചിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഒരു പിടിയില്ല, ഒരു ലോഡ് സാധനങ്ങളുണ്ട്. പിന്നെ അങ്ങനെയാണോ നമ്മള് വീട് മാറുമ്പോ ഒരു റൂമിൽ ഇരുന്നിട്ട് പറയുന്നത്. സാധനങ്ങൾ ഞങ്ങളിലുണ്ട്. അപ്പൊ ഇനി ഇതെല്ലാം അവിടെ കയറ്റണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അതുപോലെ 2 നില വീടാണ്, 2ാമത്തെ നിലയിലാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് ഉള്ളത്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് അവിടെ നിന്ന് ഇത് മാറ്റണം. ആലോചിക്കുമ്പോൾ എനിക്ക് കിളി പോകണ്ട. എനിക്ക് ഇപ്പൊ തന്നെ എൻ്റെ കിളി പകുതി പോയിരിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് കയറ്റി കഴിഞ്ഞാൽ ഒരു വലിയ ആശ്വാസമാണ്. അത് കഴിഞ്ഞ് അവിടെ ഇറക്കണം. അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഞാനും തങ്ങും കൂടി കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നല്ല ബെസ്റ്റ് ടൈമാണ് ഗൈസ്. ഒരു ആക്സിഡൻറ്റും ആയി. ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഇതെങ്ങനെ ഇനി കൊണ്ടുപോകുന്ന എനിക്കറിയില്ല. നല്ല സമയമാണ്. നമ്മുടെ വീട്ടിന് നേരെ ഫ്രണ്ടിലാട്ടോ ഇതിവിടെ ആക്സിഡൻറ്റ് നടന്നിരിക്കുകയാണ്. ഒരാളിങ്ങനെ റോഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ കാറിൻ്റെ ഉള്ളിലാണ് അവരാണ് ആക്സിഡൻ്റ് ആയത്. ആ കാറിനുള്ളിൽ കാണാൻ പറ്റും നമുക്ക്, സീറ്റിൽ തന്നെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ഇതായിരുന്നു കറക്റ്റ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ ഞങ്ങളുടെ വണ്ടി വരുന്നു എന്ന് പറയുമ്പോഴൊരവസ്ഥ ഇതായിരുന്നു. ഇവിടെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലത്തെ പോലെ അപ്പളിക്ക് ആൾക്കാരെല്ലാവരും കൂടി ഓടി വന്ന് കാറുള്ളവരെ രക്ഷിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അവരതേപോലെ തന്നെ ഇരിക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. ആ സ്ത്രീ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് പോലും മാറ്റിയിട്ടില്ല. ഇവിടെ അങ്ങനെയാണ്. വരണ്ട് ആംബുലൻസ് വന്നു ഇത്രയും പെട്ടെന്നൊക്കെ വന്നോന്നൊക്കെ. ഓക്കെ, ആക്ച്വലി അവരവിടെ ട്രാപ്പായിരിക്കാന്ന് തോന്നുന്നു. ഇവരെന്തായാലും ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് എടുക്കാൻ. നമ്മുടെ വാൻ വന്നതേ, അവരിനി ഇവിടെ പാർക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഫയർ ആൻഡ് ടീമൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ എങ്ങനെയേ സാധനം ഭയങ്കര സേഫ്റ്റി മസ്റ്റ് ആണ്. കാരണം വണ്ടി ഇടിച്ച് വണ്ടി ചിലപ്പോൾ കത്ത എന്തെങ്കിലും ചെയ്യുന്ന
2 ഫയർ റെസ്ക്യൂ ഒക്കെ ഞങ്ങളുടെ പോവാൻ നേരത്തെ തന്നെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഗംഭീരം, എനിക്ക് സന്തോഷമായി ഇതൊക്കെ. ആ വണ്ടി അവിടെ നിർത്താൻ വേണ്ടിട്ട് അയാളോട് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ അതും ബ്ലോക്ക് ആയി. അടിപൊളി തീരുമാനമായിട്ടോ, ഇന്ന് പോണം എന്തായാലും. ഹെയർ വർക്കറാണ് കേട്ടോ, ഹെയർ വർക്കറാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ എടുക്കണത്? എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് സമയമില്ലാത്ത സ്ഥിതിക്ക് നമ്മളെ സാധനങ്ങൾ കടത്താൻ തുടങ്ങി. ബാബ, യൂസഫ്, ഓരെയാണ് നമ്മൾ ഡ്രൈവറാണ്. എല്ലാവരും നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും ഓരോ സ്ഥലം. കാരണം നമ്മുടെ വാൻ എന്ന് പറയുന്നത് ഈ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ അപ്പുറത്തെ സ്ട്രീറ്റിലായിരുന്നു. അപ്പോൾ നമ്മൾ കിട്ടുന്നതെല്ലാം എടുത്ത് നമ്മൾ റോഡിൽ കൂടെ അങ്ങോട്ട്, കാരണം റോഡ് ബ്ലോക്കാണ്. അതൊരു സത്യം പറഞ്ഞാൽ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത് അയ്യോ ഇത് എത്ര ഭാഗ്യം ചെയ്തു. അങ്ങനെയല്ല, നന്നായി പോയി എന്നുള്ളത്. കാരണം നമ്മൾക്ക് സുഖമായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റി, കാരണം വണ്ടികളില്ല, സുഖമായിട്ട്. മറ്റേത് ഇത് മെയിൻ ഹൈവേ ആണ്, മെയിൻ ആയിട്ടുള്ള ലണ്ടൻ റോഡാണ്. അപ്പോൾ ഏത് നേരത്തും ആൾക്കാരാണ്. അപ്പോൾ ഇത് നമുക്ക് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരമാവധി സാധനങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്തു കേട്ടോ, എല്ലാവരും ഹെൽപ്പ്. കാരണം അവിടെയായിരുന്നു നമ്മുടെ ആ വാൻ, അതാ കാണുന്നതായിരുന്നു. അപ്പോൾ ഇത് കൂടെ നമുക്ക് പോകാൻ എളുപ്പമായിരുന്നു, കാരണം ഒരു വണ്ടിയോ ഒന്നും നമുക്ക് ബ്ലോക്ക് ചെയ്യാനില്ല. അപ്പോൾ ഒരു ½ an hour നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ വണ്ടിയും സ്റ്റോപ്ഡാണ്, എല്ലാം നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പരമാവധി സാധനങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 3/4 നമ്മൾ ഇതിൻ്റെ ഇടയിൽ തീർത്തു. പിന്നെയാണ് ഇതിപ്പോൾ ഏകദേശം ഓക്കെ ആയിക്കഴിഞ്ഞു. ഇനി വണ്ടികളൊക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഒരു ടീം പോയി, ആംബുലൻസ് ടീം പോയി, അടുത്ത ടീമും പോയി. ഓഫ് നമ്മൾ എടുത്തു കേട്ടോ, അതാണ് ഏറ്റവും വലിയ ആശ്വാസം. എങ്ങനെയൊക്കെയോ അത് എടുത്തു. ഇനി ഇത് അത്ര സാധനങ്ങൾ കൂടി ഉണ്ട് ബാക്കി. എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട് കേട്ടോ, അതാണ് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്. ഇതാ കിച്ചപ്പു. അങ്ങനെ ഫൈനലി നമ്മുടെ റൂം ഫുൾ കാലിയായി. നമ്മൾ വൃത്തിയാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ അമ്മയുടെ നിന്ന് പഠിച്ചൊരു കാര്യമാണ്, നമ്മൾ ഏത് വീട്ടിൽ നിന്ന് മാറുമ്പോഴും അത് വൃത്തിയാക്കി വെക്കണം എന്നുള്ളത്. അങ്ങനെ ഫുൾ ഡേ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്, അടിച്ചു വാരി ഹൂവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ദിവസം, അങ്ങനെ ഇവിടുത്തെ ലാസ്റ്റ് മൊമെൻ്റാണ്. എല്ലാവരും ഹെൽപ്പ് ചെയ്തു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും ഹെൽപ്പ് ചെയ്തു. നമ്മളെല്ലാവരും നല്ല ആൾക്കാരാണ്, എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. എല്ലാവരും ഹെൽപ്പ് ചെയ്തു, എല്ലാ സാധനങ്ങളും കയറ്റി. നമ്മൾ വിചാരിച്ചാലും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റി. ഇനി അവിടെ നിന്ന് കയറ്റണം എന്നുള്ളതാണ് ഏറ്റവും ടാസ്ക്, കാരണം 2nd floor-ലാണ്. ഇനി ഇവിടെ 2-2.5 മണിക്കൂറുണ്ട്. എന്താണെങ്കിലും നമ്മളപ്പോൾ പോർട്സ്മൗത്തിനോട് വിട പറയുകയാണ്. ബൈ. പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ബൈ പറ. ബൈ 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 വിക്ടോറിയ. ടേക്ക് കെയർ. Come on. Tell Osama. 3 or 2 points on. My passage is at home. I don't forget that. Is it here? Last time to irritate Kiznu. So who's standing in front now? We're gonna miss you. Take care. Love you. I'm not going to miss you at all. Bye, Baba. Thank you so much, Baba, No for miss all the you. help and all. Thank you so much. We will miss you. No, I will not miss you. Please, just We go. will miss everyone. Just go. Krishna, for the last time. Bye bye. Bye bye, Bara. I'll collect your numbers. Don't Bye worry. bye. I'll get your numbers. High five. അങ്ങനെ നമ്മളെല്ലാവരോടും ബായൊക്കെ പറഞ്ഞിറങ്ങിയിട്ട് ഇതിൽ നമ്മൾക്ക് കുറേ പേരുണ്ട്. മലയാളീസ് കുറേ പേരുണ്ട്. കിരൺ, മനു അവരൊക്കെ വർക്കിന് പോയിരിക്കുകയായിരുന്നു. രശ്മി ഇല്ല. രശ്മി അവൻ 2 days ബിഫോറാണ് അവൾ വീട് മാറിയത്. അങ്ങനെ കുറേ പേര് മിസ്സായി പോയി. പക്ഷെ അവർക്ക് നമ്മൾ ഉച്ചയ്ക്ക് വന്നിങ്ങനെ ബായി പറഞ്ഞിട്ടാണ് പോയത്. ഫോട്ടോ എടുത്തിട്ടുണ്ട്, മനുവിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, കിരണിൻ്റെ എടുത്തിട്ടില്ല. രശ്മി മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ വരണം വിചാരിച്ചാണ്, പക്ഷെ അവൾക്ക് എന്തോ തിരക്ക് പറ്റി. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറുകയാണ്. അപ്പോൾ കിച്ചപ്പും തങ്കും ഫ്രണ്ടിലിരുന്നു, ഞാൻ വണ്ടിയുടെ ബാക്കിലായിരിക്കുന്നത്. ഈ സെറ്റപ്പിലാണ് ഞാൻ ഇരിക്കാൻ പോകുന്നത്.
ആ ചെയറിലാട്ടോ ഞാൻ ഇരിക്കാൻ പോണത്. എനിക്കെന്നെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ സമാധാനമായി. കാരണം മിണ്ടാണ്ടൊന്ന് കിടന്ന് ഉറങ്ങാലോ എന്നുള്ളൊരു സെറ്റപ്പിലായിരുന്നു. അങ്ങനെ എന്നെ കയറ്റി ഇത് അടയ്ക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം എല്ലാവരോടും ടാറ്റ ബൈ പറഞ്ഞു ഞാൻ. അങ്ങനെ എല്ലാവരോടും ടാറ്റ ബൈ പറഞ്ഞ് പിന്നെയും കുറച്ച് സമയം ഞാൻ അവരെയൊക്കെ ചൊറിഞ്ഞ്. ഇവരൊക്കെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. നല്ല കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ കിച്ചപ്പൂൻ്റെ ഇവരുടെയൊക്കെ. ഞാൻ ഇനി അതൊക്കെ ഇടണം. ഇഷ്ടം പോലെ ഉണ്ട്. ബൈ ഞാൻ അവിടെ പെട്ട് കേസ്. ആ പറ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും എടുക്കാനില്ല, പൊക്കോ അവിടുന്ന്. പക്ഷെ ഞങ്ങളുടെ പീസ് അതിൻ്റെ ഉള്ളിൽ എവിടെയോ പെട്ടു കേസ്. ഞാൻ ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് വിറ്റിട്ടാ. ഈശ്വര എല്ലാം സഹായിച്ച് അവിടെ വൃത്തിയായി എത്തിയാൽ മതി. അങ്ങനെ നമ്മൾ പോർട്സ്മൗത്തിനോട് വിട പറയുകയാണ് ഗൈസ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ പോർട്സ്മൗത്തിനോട് വീട്ട പറഞ്ഞിരിക്കുകയാണ്. പോർട്സ്മൗത്ത് ഞങ്ങൾ UK വന്നിട്ട് ആദ്യമായിട്ട് ഇരുന്നൊരു സ്ഥലമാണ് പോർട്സ്മൗത്ത്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇടയ്ക്ക് തന്നെ തങ്കും ഞാനിങ്ങനെ പറയാറുണ്ട്, പോർട്സ്മൗത്തിൽ വന്നിട്ടാണ് നമ്മൾ ജീവിതം പഠിച്ചത് എന്നുള്ളത് സത്യമാണ്. പല തരത്തിലുള്ള ആൾക്കാരെയും പല കാര്യങ്ങളും എല്ലാം പഠിച്ചത് പോർട്സ്മൗത്തിൽ വന്നിട്ടാണ്. ജീവിക്കാൻ പഠിച്ചത് പോർട്സ്മൗത്തിൽ വന്നിട്ടാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും പോർട്സ്മൗത്ത് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും ഞങ്ങൾക്ക് ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളും എല്ലാം നൽകിയൊരു സ്ഥലമാണ് പോർട്സ്മൗത്ത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇനിയും വരണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ് പോർട്സ്മൗത്ത്. ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി തന്നൊരു സ്ഥലമാണ്. ഇഷ്ടം പോലെ മെമ്മറീസ് ഉണ്ട്. അതുപോലെ ഇത് ഇനി കാണരുത് എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരെയും കാണിച്ചു തന്ന സ്ഥലമാണ് പോർട്സ്മൗത്ത്. എന്താണെങ്കിലും നല്ലത് മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പുതിയ സ്ഥലത്തിലെത്തിയിട്ട് കാണാം. അപ്പോൾ ബൈ.